അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് വെള്ളക്കടല കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് വെള്ളക്കടല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് ഒരു 8 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള വെള്ളക്കടലയാണ്. കുതിർത്തെടുത്തതിന് ശേഷം ആ കുതിർത്തെടുത്ത വെള്ളം മാറ്റിയിട്ട് ഒന്നുകൂടി കഴുകി ഇത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ രാത്രി ഇട്ട് വെച്ചിട്ട് രാവിലെ കുതിർത്തെടുത്താലും മതി. അപ്പൊ കണ്ടില്ലേ, നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കടല വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ മാറ്റിയ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കടല എത്ര കപ്പാണ് എടുത്തിട്ടുള്ളത് അതേ കപ്പിന്റെ അളവിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കടല മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട, ഇതുപോലെ കടല മുങ്ങിക്കിടക്കണം ആ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയ 2 തക്കാളിയാണ്. വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 തക്കാളി എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാളയും കൂടി വെച്ചു കൊടുക്കാം. അപ്പോൾ വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 1 എടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 വറ്റൽമുളകാണ്. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 10 അല്ലി വെളുത്തുള്ളി അല്ലിയാണ്. ഞാനിപ്പോൾ ചെറിയ 10 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഒക്കെ എടുത്താൽ മതിയാകും. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ്. ഇഞ്ചി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചി വേണ്ടാന്നുണ്ടെങ്കിൽ ഇഞ്ചി ഒഴിവാക്കാം. വെളുത്തുള്ളി മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു തക്കോലാണ്. 1 മതി. 1 ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാ കടകളിലും ബേ ലീഫായിട്ട് വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മസാലക്കൂട്ടില്ലേ, നമ്മൾ എല്ലാം പൊടിക്കുന്നതിനുള്ള മസാലക്കൂട്ട് വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണും. അപ്പം ബേ ലീഫ് ഉണ്ടെങ്കിൽ 1 ഇട്ട് കൊടുക്കുക. നല്ല പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും ഇതിന്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വലിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്താലും മതി. അപ്പോൾ വലിയ ജീരകം ഉണ്ടെങ്കിൽ വലിയ ജീരകം എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളകാണ്. കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക് മുഴുവനെ ഉള്ള കുരുമുളകാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ. കുറച്ച് എരിവ് മാത്രം മതിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം എരിവുണ്ടാകും, അത്ര വലിയ എരിവുണ്ടാവില്ല. 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി ഇതിൻ്റെ ആവി മുഴുവനും മാറിയിട്ട് വേണം ഇതൊന്ന് തുറന്ന് നോക്കാൻ. ഇപ്പം ഇതിൻ്റെ ആവി മുഴുവനും പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിൽ നിന്നും നമുക്ക് ഈ സവാള എടുത്തു മാറ്റാം. ഈ സവാള 2ഉം എടുത്തു മാറ്റാം. അതുപോലെ തന്നെ തക്കാളിയും എടുത്തു മാറ്റാം. തക്കാളിയുടെ ആ തൊലി ഒന്ന് മാറ്റിയിട്ട് എടുത്തു മാറ്റാം. ബേ ലീഫ് എടുക്കണ്ട, അതങ്ങനെ തന്നെ കിടക്കട്ടെ. ആ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഞെട്ട് നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ വറ്റൽമുളക് എടുക്കുക, അതിൻ്റെ ഞെട്ടൊന്ന് മാറ്റുക. ഇനി നമുക്ക് ആ വെളുത്തുള്ളിയെല്ലാം നമുക്ക് എടുക്കാം. ഇപ്പം ചൂട് നല്ലോണം മാറിയിട്ടുണ്ട്. ചൂട് മാറിയതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത്. ഇനി നമുക്ക് ആ ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തല്ലോ, അതും നമുക്ക് എടുക്കാം. ഇനി ഇത് 2 നമുക്ക് മാറ്റണ്ട. ബേ ലീഫ് മാറ്റണ്ട, തക്കോലോ മാറ്റണ്ട. ഇനി നമ്മൾ കടല വേവിക്കാൻ വെച്ച വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് കടലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ചെടുത്ത കടലയിൽ നിന്നും ഒരു 1/2 കപ്പ് കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് കടലയിലെ കുതിർത്തെടുത്തിട്ടുള്ളത്. കുതിർന്ന് വരുമ്പോൾ അത് 2 കപ്പായിട്ട് മാറും.
കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അതിൽ നിന്നും എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുരുമുളക് ഇട്ട് കൊടുക്കുന്നില്ല, നമ്മൾ അതിൽ തന്നെ അങ്ങ് ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് കടല ചേർത്ത് അരച്ചെടുക്കുന്നത് നല്ല കുറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച കടല ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മാറ്റി വെച്ച കടല ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടല വേവിച്ച അതേ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അടിച്ചെടുത്ത ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയിൽ അധികം എരിവില്ല, കുറച്ച് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മസാല ഒന്ന് രുചിച്ച് നോക്കുക. എരിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ മാത്രം 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ചന മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചന മസാല ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, 1/4 ടീസ്പൂണൊക്കെ. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒഴിവാക്കാം. പിന്നെ നമ്മൾ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നില്ല. നമ്മൾ കടല വേവിച്ചെടുത്തപ്പോൾ വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. ബാക്കിയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടല വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രുചിച്ച് നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കടല മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറുകിയല്ലേ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയോ 1/2 ടീസ്പൂൺ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചിലർക്കൊന്നും അത് ഇഷ്ടം ഉണ്ടാവില്ല. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവത്തിനാണ് വെള്ളം ഒഴിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുക്കർ അടച്ച് വെക്കുകയാണ്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ 2 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നല്ലോണം കുറുകി നല്ല അടിപൊളിയായിട്ട് എല്ലാം മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ മസാലയൊക്കെ പിടിച്ച് എണ്ണ തെളിയുന്നത് വരെ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഒരു 2 വിസിലൊക്കെ കേൾക്കുമ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതില്ലാന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ ഗരം മസാലയല്ലേ ചേർത്തിട്ടുള്ളത്. ചന്ന മസാല ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല മണമാണ്. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇതുപോലൊരു കുക്കർ ഉണ്ടെങ്കിൽ 5 മിനിറ്റിൽ 5 വിസിൽ കൊണ്ട് സവാളയൊന്നും വഴറ്റി സമയം കളയാതെ വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് നമുക്ക് ചന മസാല റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് പൂരി, ചപ്പാത്തി, ചോറ്, അപ്പം എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിൽ നമ്മൾ തക്കാളിയും സവാളയും കുറച്ച് കടലയും എല്ലാം നമ്മൾ അരച്ചെടുത്തതുകൊണ്ട് നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് നല്ല ക്രീമി ആയിട്ടിരിപ്പുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ സവാളയൊന്നും വഴറ്റി സമയം കളയാതെ ഇതുപോലെ ഒരു പ്രാവശ്യം ചന മസാല തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്